കുടുംബം തകർക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കുടുംബത്തിനെ ഇന്ന് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒന്ന് മദ്യം. ഈ മദ്യം നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു വരുമാനമാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം. ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഈ മദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ ഈ പലയാതി ജോലി തിരക്കുകൾക്കിടയിൽ മദ്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോ നമ്മുടെ ഈ മദ്യം എന്ന് പറയുന്ന സംഭവത്തെ ഒരൽപ്പം വിസ്തരിച്ച് നിങ്ങളോട് പറയാൻ പോവുകയാണ്. മദ്യം ഒറിജിനലും വ്യാജനുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഒറിജിനൽ എന്താണെന്ന് പറഞ്ഞാൽ അത് അകത്ത് ചെന്നാൽ ദേശീയ ഗാനവും പാടും. ഒറിജിനൽ അകത്ത് ചെന്നാൽ അതിന്റെ ലക്ഷണം ദേശഭക്തി കൂടും. ദേശീയ പതാക നിങ്ങൾക്ക് അനിവാര്യമായി വരും. ദേശഭക്തി മുദ്രാവാക്യങ്ങൾ വിളിക്കും. ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയിട്ടുള്ള മഹാന്മാരുടെ പേരുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഒറിജിനൽ. വ്യാജൻ അകത്ത് ചെന്നാൽ ആള് മൃഗമാകും. പിന്നെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം ഈ വ്യാജനാണ് എന്ന മട്ടിലല്ലേ പ്രചാരണം. ഇങ്ങനെയുണ്ടോ മദ്യത്തിൽ ഒരു ഒറിജിനലും വ്യാജനും? അപ്പം മദ്യം എന്ന് പറയുന്നത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് സ്റ്റേറ്റ് നടത്തുന്നവര് രാഷ്ട്രത്തെപ്പറ്റി എന്ത് പറയാൻ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വ്യക്തി കുടിയനായ നമുക്ക് ഓനോട് ദേഷ്യമുണ്ട്. ഒരു സ്റ്റേറ്റിന്റെ പണി തന്നെ ഇതായാൽ നമ്മൾ ആ സ്റ്റേറ്റിന്റെ കൂടെ ഒരു തകരാറുമാരും കാണുന്നില്ല. നമ്മുടെ കുടുംബത്തെ കുളം തോണ്ടിയ ഒന്നാമത്തെ ഘടകം ഈ മദ്യമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ ഘടകം പലിശയാണ്, വട്ടിപ്പലിശ. ആർത്തിമൂത്ത മനുഷ്യ സമൂഹം അവന്റെ ആവശ്യങ്ങൾ, വ്യാമോഹങ്ങൾ അലയടിക്കുന്ന ജീവിത സാഗരത്തിൽ കരകാണാ ദിക്കിലേക്ക് നീങ്ങും. കപ്പലായിട്ട് എനിക്ക് നീങ്ങണം. വ്യാമോഹം ചിറകുപയർത്തി ഈ ജീവിത വികായത്തിന് ഉയർന്നങ്ങനെ പോകണം. എത്ര കിട്ടിയാലും ഇവന് തികയുന്നില്ല. ജീവിതത്തെക്കുറിച്ചൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇവന് പലിശക്ക് പണമെടുക്കേണ്ടി വന്നു. അങ്ങനെ വട്ടിപ്പലിശകളിലും അല്ലാത്ത പലിശകളിലും പെട്ടിട്ട് ആ പലിശക്കെണിയിൽ നിന്നുള്ള മോചനം, കുടുംബ ആത്മഹത്യ, ഫാമിലി പാക്കാണ്. ഒന്നിച്ചെടുത്താൽ എല്ലാവരും രക്ഷപ്പെടും. ആ മട്ടിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. നിത്യേന ഇങ്ങനെ ഒരു കോളം പത്രത്തിന് ആവശ്യമായി വരുന്ന വിധം, നിത്യേന ഇങ്ങനെ ഒരു കോളം പത്രങ്ങൾക്ക് ആവശ്യമായി വരുന്ന വിധം നമ്മുടെ വാർത്തകളിൽ ഈ കുടുംബ ആത്മഹത്യകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന സത്യം നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ട് സംഭവിച്ചതാണിത്? മുസ്ലിം സമൂഹത്തിന് ഈ കാലഘട്ടത്തിന്റെ മുമ്പിൽ കുടുംബങ്ങളെ മാത്രമല്ല, വ്യക്തികളെ മാത്രമല്ല, ഈ രാഷ്ട്രത്തെ തന്നെ അതിന്റെ നേർവഴിയെ നയിക്കാൻ ആവശ്യമായ ഉൾക്കാഴ്ചയും വിവരവുമുള്ള വിജ്ഞാനവും കെലുപ്പുമുള്ള ഒരു സംഘമായി മുസ്ലിം സമൂഹം ഉണ്ടായിരിക്കെ അവർക്കിവിടെ എന്തെങ്കിലും ഒരു തിരുത്തൽ ശക്തിയായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ടോ? കുടുംബങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതിൽ നിന്ന്, വ്യക്തികളെ അവരനുഭവിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നൽകുന്നതിൽ, രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ രാഷ്ട്രത്തെ ദിശാബോധം നൽകിക്കൊണ്ട് വഴി നടത്തുന്നതിൽ നിർണായകമായ ഒരു ശക്തിയാകാൻ മുസ്ലിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ആകണ്ടേ അവർ? എന്തുകൊണ്ട് അവരങ്ങനെ ആകണം? അതുകൊണ്ടും അവരങ്ങനെ ആയേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി. നമ്മൾ പുറകോട്ട് പോകേണ്ടവരല്ല. ജനങ്ങളുടെ മുന്നിൽ നിൽക്കണം. എങ്ങനെ മുന്നിൽ നിൽക്കണം? വെറുതെ എങ്ങനെ മാർഗതടസ്സമായിട്ട് ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കണം അതിൽ നിന്നാ പോരാ. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. നന്മയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മൂലസ്രോതസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് മുസ്ലിങ്ങളുടെ പണി. ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് പണ്ട് ഇരുണ്ട ഒരു കേരളമുണ്ടായിരുന്നു. പ്രേതങ്ങളും ഭൂതങ്ങളും അരങ്ങ് തകർക്കുന്ന കേരളം. ഫക്കീർ ഉപ്പാപ്പമാർ അവരുടെ ആത്മീയതകൾ വിഡ്ഢികളുടെ അങ്ങാടിയിൽ ബുദ്ധി കൊണ്ട് കച്ചവടം നടത്തിയ ഒരു കാലം. എല്ലായിടത്തും തോരണങ്ങളും ഉത്സവങ്ങളും ദർഗകളും പൂജകളും ഉറൂസുകളും കൊടിയിറക്കങ്ങളും നടന്ന ഒരു കാലം. അവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പണിയെടുത്തു. ദീർഘകാലത്തെ പണിയുടെ ഫലമായിട്ട് പ്രബുദ്ധരായ ഒരു മുസ്ലിം യുവത വളർന്നു. അന്തസ്സോടെ അവർ എഴുന്നേറ്റ് നിന്നു. ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിച്ചു. ആ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. അങ്ങനത്തെ ഒരു നല്ല ത്രില്ലിൽ സുഖമായിട്ട് കാര്യങ്ങൾ പോകുമ്പോ പെട്ടെന്നതാ വരുന്നു മുടി.